ഒരു പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് തൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. എന്നിട്ട് പറയുന്നു, അങ്കിൾ നിങ്ങൾ ഫ്രീ ആണോ? ഫ്രീ ആണെങ്കിൽ എൻ്റെ സൈക്കിളൊന്ന് ശരിയാക്കി തരൂ. അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നു, ഇതാരാണ്, എനിക്ക് മനസ്സിലായില്ല. ആ കുട്ടി മറുപടി പറയുന്നു, ഞാൻ നിങ്ങളുടെ പഴയ സുഹൃത്തിൻ്റെ മകനാണ്. 7 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടുപോയ തൻ്റെ സുഹൃത്തിൻ്റെ മകൻ്റെ ശബ്ദം കേട്ട ഞെട്ടലിൽ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നു, എനിക്ക് ഇപ്പോഴും തന്നെ ഓർമ്മയുണ്ടോ? ആ കുട്ടി നിഷ്കളങ്കതയോടെ മറുപടി പറയുന്നു, ഇല്ല, എനിക്ക് ഓർമ്മയില്ല നിങ്ങളെ. പിന്നെ എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി? ആ കുട്ടി മറുപടി പറഞ്ഞു, എൻ്റെ വാപ്പയുടെ മുറിയിൽ ഒരു മേശയുണ്ട്, അതിൻ്റെ മുകളിൽ നിങ്ങളുടെ 2 പേരുടെയും ഫോട്ടോ ഉണ്ട്. അതിന് താഴെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇഫ് യു നീഡ് സംതിങ്, ഇഫ് ഐ ആം നോട്ട് ദെയർ, പ്ലീസ് കോൾ ദിസ് നമ്പർ. ദിസ് ഈസ് ഓൾസോ മീ, ബട്ട് ഇൻ ഡിഫറെൻറ്റ് ബോഡി. മോനെ, നിനക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ അവിടെ ഇല്ലെങ്കിൽ ഈ നമ്പറിലേക്കൊന്ന് വിളിച്ചു നോക്ക്, അതും ഞാൻ തന്നെയാണ്, വേറെ ശരീരമെന്നേ ഉള്ളൂ. നബി തങ്ങൾ പറയുന്നുണ്ടല്ലോ, അൽ മർഉ അലാ ദീനി ഖലീലി, ഒരു മനുഷ്യൻ തൻ്റെ സുഹൃത്തിൻ്റെ ദീനിലാണ്. അതായത് ഒരു സുഹൃത്ത് എങ്ങനെയാണോ അങ്ങനെയാണ് അവൻ. അതുകൊണ്ടാണല്ലോ ഖിയാമത്ത് നാളിൽ അർശിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗങ്ങളിൽ ഒരു വിഭാഗമായി റജുലാനി തഹബ്ബ ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിച്ചവരെ ഉൾപ്പെടുത്തിയത്. അതിൻ്റെ മറുവശം അള്ളാഹു ഖുർആനിലൂടെ പറയുന്നു, അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദു, സുഹൃത്തുക്കൾ പരസ്പരം ആ ദിവസം ശത്രുക്കളായിരിക്കും. ഇല്ലൽ മുത്തഖീൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവരൊഴികെ. നമുക്കൊരു സുഹൃത്ത് ഉണ്ടാവുക എന്നതിലുപരി ആ സുഹൃത്ത് എങ്ങനെയുള്ളവനാണ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സുഹൃത്തുക്കൾ എങ്ങനെയുള്ളവരാണെന്ന് പരിശോധിച്ച് നോക്കാനുള്ള ഒരു സമയം കൂടിയാണിത്. നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.